ഭാരതത്തിലെ വിവാഹിതരായ സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ് സീമന്തരേഖയിൽ ചാർത്തുന്ന സിന്ദൂരം. പൊതുവെ അത് ചെയ്യുന്നത് വിവാഹിതരാണ്. എന്നാൽ ചില നാടുകളിൽ അവിവാഹിതരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്തിനാണിത് ചെയ്യുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം? ഭാരതത്തിൽ മാത്രം നിലവിലുള്ള ഒരു സമ്പ്രദായമാണിത്. എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നറിയാം. നമസ്തേ, രുദ്രധാര. നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വിവാഹിതരായ സ്ത്രീകൾ സീമന്തരേഖയിൽ സിന്ദൂരം അണിയുന്നുണ്ട്. ഒരു സ്ത്രീ വിവാഹിതയാണ് എന്ന് മനസ്സിലാക്കുന്നത് ആ സീമന്തരേഖയിലെ സിന്ദൂരം കണ്ടാണ്. അപ്പോൾ എന്തിനാണ് ഇത് അണിയുന്നത്? ഇത് അണിയുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? കുറേ കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി പറയാൻ. അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് പുരുഷന്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ദീർഘായുസ്സിന് വേണ്ടിയാണ് സാധാരണയായിട്ട് ഇത് അണിയുന്നത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ അതിനും അപ്പുറം സയൻസുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നെറുകയിൽ അണിയുന്ന ഈ സിന്ദൂരം എന്ന് പറയുന്നത് ഒരു മിശ്രിതമാണ്. മഞ്ഞൾ, നാരങ്ങാനീര്, മെർക്കുറി, ഇത് മൂന്നും ചേർത്ത ഒരു മിശ്രിതമാണ് വിവാഹ ദിവസം വരൻ വധുവിനെ അണിയിക്കുന്നത്. ഈ സംഭവം അല്ലെങ്കിൽ ഈ സിന്ദൂരം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള സിന്ദൂരം എന്ന് പറയുന്നത് സാധാരണയായിട്ട് BP, രക്തസമ്മർദ്ദം, അത് നിയന്ത്രിക്കുന്നതിനും അതുപോലെ ഗർഭധാരണം വേഗം നടക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആയുർവേദത്തിൽ ഉപയോഗിച്ചു വന്നിരുന്നു. നെറുകയിൽ ഈ സിന്ദൂരം അണിയുന്നത് എന്തിന് എന്ന് ചോദിക്കുമ്പോൾ നെറ്റിയിലണിയാം, പിന്നെ എന്തിനാണ് നെറുകയിൽ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. നമ്മുടെ ശരീരത്തിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് അഥവാ ഗ്രന്ഥി തലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലേ? നമുക്കറിയാം. അപ്പോൾ ആ നെറുകയിൽ തുടങ്ങി ഏകദേശം മധ്യഭാഗത്ത് വരെ ആണ് സിന്ദൂരം അണിയേണ്ടത്. ഈ സിന്ദൂരം ചിലർ ഒരു ചെറിയ പൊട്ടായിട്ടിടും, ചിലർ ഭംഗിക്ക് ഉപയോഗിക്കും. പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ശരിക്കും പറഞ്ഞാൽ സെക്സ് ഹോർമോൺ കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലൂടെ ആ സ്ത്രീക്ക് സെക്സ് ചെയ്യുവാനുള്ള താല്പര്യം വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് വിധവകൾ ഇത് ഉപയോഗിക്കാത്തത്, അതുപോലെ വിവാഹിതർ അല്ലാത്തവർ ഇത് ഉപയോഗിക്കാത്തത്. അത് ഈ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എവിടെ? ഈ പറയുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഉത്തേജനം അതിനനുസൃതമായി ഈ പറയുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത്തരത്തിൽ ആ സ്ത്രീക്ക് ഗർഭധാരണം സുഗമമാകുന്നു. സുഖപ്രസവം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് ഈ പറയുന്ന നെറുകയിൽ ഇത് ചാർത്തുന്നതിൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാ ചാർത്തണ്ടേ? ചിലർ ഈ സൈഡിൽ, ചിലർ ഈ സൈഡിലൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. അതായത് മുടി, ഓരോരുത്തരും അവരുടെ മുഖത്തിൻ്റെ ഭംഗിക്ക് വേണ്ടി ഓരോ സൈഡിൽ നിന്നും, നമ്മുടെ നാട്ടിൽ വൗരെന്നാണ് പറയുന്നത്, അഥവാ പങ്കുവയ്ക്കും, പകുത്ത് വയ്ക്കും, മുടി വരയിട്ട് വയ്ക്കും. ആ വരയിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് കുത്താറുണ്ട്. അവിടെ അല്ല, നെറുകയിൽ എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. ഇവിടുന്ന് തുടങ്ങി പുറകിലേക്ക് വരയ്ക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഇനി മറ്റൊരു വശം കൂടിയുണ്ട്. തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന മറ്റൊരു വ്യവസ്ഥിതി, സ്ത്രീയുടെ ഈ പറയുന്ന നെറുകയിൽ അഥവാ മുടി രണ്ടായിട്ട് പകുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വരയെ സൂചിപ്പിക്കുന്നത് സ്ത്രീ യോനി ആയിട്ടാണ്. ആ യോനിയെ
പ്രതിനിധീകരിക്കുന്ന ചുവപ്പ് ആർത്തവ രക്തമായിട്ടും അതുപോലെ തന്നെ പുരുഷ ബീജമായിട്ടും കണക്കാക്കുന്നു. പുരുഷനാൽ അവളുടെ കന്യകാത്വം നഷ്ടമായി എന്നുള്ള ഒരു അർത്ഥം കൂടി അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോഗാശാസ്ത്രത്തിൽ പറയപ്പെടുന്ന മറ്റൊരു കാര്യമാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു ഊർജ ബിന്ദുവാണ്. ആ ഊർജ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആ ഊർജ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 7 7 ചക്രങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, 7 സ്ഥാനങ്ങൾ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയാണ് എല്ലാ അന്തഃസ്രാവി ഗ്രന്ഥികളും കാണപ്പെടുന്നത്. അപ്പം അവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ പോലും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെ ശാസ്ത്രീയ വശം കൂടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ശാസ്ത്രീയ വശം നോക്കുമ്പോൾ അതിൻ്റെ കൂടെ മറ്റൊന്നും കൂടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. നെറുകയിലാണ് മേടം രാശി, അതുമായിട്ട് ബന്ധപ്പെട്ട ചൊവ്വയാണ് ഗ്രഹം. അതിനെ പ്രതിനിധീകരിക്കുന്ന ചുവപ്പായി സിന്ദൂരം അണിയപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 6 നാട്ടിൽ പലതരത്തിലുള്ള സംസ്കാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും എന്ത് ചെയ്യാറുണ്ട്? സിന്ദൂരം അണിയാറുണ്ട്. ഇനി സിന്ദൂരം ആദ്യമായിട്ട് നെറുകയിൽ തൊടുന്നത് വരനാണ്. എന്നാൽ അത് വിവാഹ വാർഷികം വരുമ്പോൾ എല്ലാ ദിവസവും ഭർത്താവിൻ്റെ അടുത്ത് നെറുകയിൽ സിന്ദൂരം തൊടാൻ പറഞ്ഞാൽ കേൾക്കോ? ഇല്ല അല്ലേ? എന്നാലും പറഞ്ഞു നോക്കണം കേട്ടോ, ചെയ്യുന്നോന്നറിയാം. അപ്പോൾ വർഷത്തിലൊരിക്കൽ വിവാഹത്തിൻ്റെ ആ ദിവസം വരുമല്ലോ, നമ്മൾ വിവാഹ വാർഷികം എന്നല്ലേ പറയുന്നത്. അപ്പം ഹസ്ബൻഡിനെ കൊണ്ട് ഇത് ചെയ്യിക്കണം. അത് ആ കുടുംബത്തിൻ്റെ ഐശ്വര്യം നിലനിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. അല്ലെങ്കിൽ ആ ഐശ്വര്യം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം കൂടുതൽ ശക്തമാകും. അപ്പോൾ അതാണ് നമ്മൾ അന്നത്തെ ദിവസം ആചരിക്കേണ്ടത്. ഒരു കേക്ക് കട്ട് ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമാണ് ഈ പറയുന്ന ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. ഇപ്പം കണ്ടിട്ടില്ലേ, വിവാഹ വാർഷികം വരുമ്പോൾ പലരും വീണ്ടും വീണ്ടും കല്യാണം കഴിക്കുന്ന കണ്ടിട്ടില്ലേ? വേറെ ആളുകളെ അല്ല, അവരെ തന്നെ. അങ്ങനെയൊക്കെയുള്ള സിസ്റ്റങ്ങൾ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എന്നൊക്കെ തന്നെയാണെങ്കിലും ഇത് നിന്നെ ഞാൻ ജീവിതകാലം മുഴുവൻ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള പുരുഷന്റെ വാഗ്ദാനം കൂടിയായിട്ട് ഈ പറയുന്ന സീമന്തരേഖയിൽ ചാർത്തുന്ന സിന്ദൂരത്തിനെ കണക്കാക്കുന്നുണ്ട്. ഇനിയും വിശേഷണങ്ങളുണ്ട്. മറ്റൊന്നാണ് സതീദേവിയും പാർവതി ദേവിയും. അവരെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ ഈ പറയുന്ന സ്ത്രീകൾ സിന്ദൂരം അണിയണം. എല്ലാ ദിവസവും കാലത്ത് കുളി കഴിഞ്ഞ് ഈ പറയുന്ന സിന്ദൂരം അണിയാം. അവിടെ ശുദ്ധവും വൃത്തിയൊന്നും പ്രാധാന്യമില്ല. കുളി കഴിഞ്ഞ് ആർത്തവമാണെങ്കിലും ഈ പറയുന്ന സിന്ദൂരം ധരിച്ചിരിക്കണം. ചിലർ പറയാറുണ്ട് ആർത്തവ സമയങ്ങളിൽ സിന്ദൂരം അണിയരുത് എന്ന്. ഒരിക്കലുമല്ല വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ചന്ദനം അണിയാൻ പാടില്ല, ആ സമയത്ത് ഭസ്മം അണിയാൻ പാടില്ല. പക്ഷെ നെറുകയിലെ സിന്ദൂരം അത് ഉറപ്പായിട്ടും അണിയാം. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇതാണ്. പലർക്കും അറിയില്ല എന്താണ് മുടി ഇങ്ങനെ രണ്ടായിട്ട് വെക്കുന്നത്, അതിൻ്റെ നടുക്ക് എന്തിനാണ് ഇത് ഇടുന്നത്. ഒരുപാട് അർത്ഥങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങളെന്ന് പറയുന്നത്. പുതിയ ഒരു സബ്ജക്റ്റുമായിട്ട് വളരെ വേഗം കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ മണ്ഡലകാലമാണ് വരുന്നത്. മണ്ഡലകാലം വന്നു. അപ്പം എല്ലായിടത്തും ശരണഗീതങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകുന്നു. സ്വാമിയെ മനസ്സിലോർത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. കാണാം ഇനി.